മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നിസ്കാരമുറി വേണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം വിദ്യാർത്ഥികൾ നടത്തിയ സമരം കേരളത്തെ ഇസ്ലാമികവൽക്കരിക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണെന്ന് കാസ പ്രസിഡന്റ് കെവിൻ പീറ്റർ. ഇത് ഒരു തരത്തിലും അംഗീകരിക്കാനാവുന്നതല്ല. കോളേജ് ക്ലാസ് മുറിയിൽ നിസ്കരിക്കാൻ അനുവദിച്ചില്ലെന്നാരോപിച്ച് കോളേജ് പ്രിൻസിപ്പലിനെ ഇന്നലെ ഉപരോധിച്ചിരുന്നു. ഇത്തരം ആവശ്യങ്ങൾ ഉയർത്തുന്നവർ നിസ്കാരമുറി എന്ന ആവശ്യത്തിൽ മാത്രം അവസാനിപ്പിക്കില്ല, മതപരമായ മറ്റ് ആവശ്യങ്ങളും ഉയർത്തും. വിശ്വാസം മാത്രമാണ് പ്രശ്നമെങ്കിൽ സ്ത്രീകൾ ബഹിരാകാശത്ത് പോകുന്ന കാലത്ത് സ്ത്രീകളെ പള്ളിയിൽ കയറ്റാത്ത മുസ്ലിം മതനേതൃത്വത്തിന്റെ നിലപാടാണ് ചർച്ച ചെയ്യേണ്ടത്. തൊട്ടടുത്ത മോസ്കിൽ മുസ്ലിം മതവിശ്വാസികളായ ആൺകുട്ടികൾ ആരാധനയ്ക്ക് പോകുന്നുണ്ട്. പെൺകുട്ടികൾക്ക് മസ്ജിദിൽ കയറാൻ കഴിയുന്നില്ലെങ്കിൽ സമരം ചെയ്യേണ്ടത് നിർമ്മല കോളേജ് പ്രിൻസിപ്പലിന്റെ മുറിയിലാണോ എന്ന് വിദ്യാർത്ഥികൾ തന്നെ ആലോചിക്കണമെന്നും ക്രിസ്ത്യൻ അസോസിയേഷൻ ആൻഡ് അലയൻസ് ഫോർ സോഷ്യൽ ആക്ഷൻ കാസ പ്രസിഡന്റ് കെവിൻ പീറ്റർ ആവശ്യപ്പെട്ടു. ഈ നിർമ്മല കോളേജ് വിഷയം എന്ന് പറയുന്നത് ഒരു ഒറ്റപ്പെട്ട സംഭവം. കേരളത്തെ ഇസ്ലാമികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി ഇതര മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കടന്നുകൂടി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അപ്രഖ്യാപിതമായി ആ സ്ഥാപനങ്ങളെ നിയന്ത്രണം കൈക്കലാക്കുക എന്നുള്ളതാണ് ഇത്തരം പ്രവർത്തനങ്ങളുടെ ലക്ഷ്യം. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ആവശ്യമാണ് കഴിഞ്ഞ ദിവസം നിർമ്മല കോളേജിൽ ഉയർന്ന നിസ്കാരമുറി എന്ന് പറയുന്ന ആവശ്യം. നിർമ്മല കോളേജിലെന്നല്ല, കേരളത്തിലെ ഒരു ഹൈന്ദവ ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നിസ്കാരമുറി എന്ന് പറയുന്ന ഒരു ആവശ്യം ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കരുത്. വിഷയം മാനേജ്മെന്റിന് മുന്നിൽ അവതരിപ്പിക്കാമെന്ന ഉറപ്പിൽ മാത്രമായിരുന്നു പ്രതിഷേധം അവസാനിപ്പിച്ചത്. എന്നാൽ നിസ്കാരമുറി എന്ന ആവശ്യം അനുവദിക്കേണ്ടെന്ന തീരുമാനത്തിലാണ് മൂവാറ്റുപുഴ നിർമ്മല കോളേജ് മാനേജ്മെന്റ്. ജനം, കൊച്ചി.